ഭരണം മാറിയതോടെ കൊലക്കേസ് പ്രതിക്ക് വരെ കോൺഗ്രസ് സംരക്ഷണം നൽകുന്നു. പ്രത്യേകിച്ച് പാർട്ടിയിൽ അംഗത്വം പ്രധാനപ്പെട്ട ചുമതലയൊക്കെ നൽകുന്ന സാഹചര്യമുണ്ട്. ഈ നിഖിൽ പൈലിക്ക് DCC അംഗത്വം നൽകിയ സംഭവത്തിൽ എന്താണ് CPM-ന്റെ അഭിപ്രായം? കോൺഗ്രസ് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകത്തിൽ കൊലപാതകൾക്ക് പാരിതോഷം നൽകുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം നിഖിൽ പൈലിയെ DCC മെമ്പറായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരാവശ്യമില്ലാതെ ഒരു സംഘർഷമില്ലാത്ത സന്ദർഭത്തിലാണ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഗൂഢാലോചന കൃത്യമായ ഭാഗമായിട്ടാണ് ധീരജ് രാജേന്ദ്രനെ കുത്തിക്കൊലപ്പെടുത്താനിടയായിട്ടുള്ളത്. കുത്തേറ്റ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നതിന് മുമ്പായി തന്നെ ആൾ മരിച്ചു. നല്ലപോലെ പരിശീലനം ശ്രദ്ധിച്ച ആയുധം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ഗുണ്ട തലവനെന്നറിയപ്പെടുന്ന ആളാണ് നിഖിൽ പൈലി. അദ്ദേഹത്തെ അറിയാമല്ലോ. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകരോട് പോലും ഞങ്ങളൊരുത്തനെ തട്ടിയിട്ട് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് നീയൊക്കെ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് പോലും ആക്രോശിക്കുന്ന നിഖിൽ പൈലി അഹങ്കാരത്തിൻ്റെയും തെമ്മാടിത്തത്തിൻ്റെ ആൾരൂപമാണ്. കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഈ ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഒരു സംഘർഷത്തിൻ്റെയും അന്തരീക്ഷമില്ലാതെ പോയി. നിഖിൽ പൈലിയെ മാത്രമല്ല, സോയിമോനെ കോൺഗ്രസ് ചെയ്തത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ UDF-ന് ജയിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സീറ്റിൽ നിർത്തി UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അതിനനുസൃതമായൊരു വാർഡുണ്ടാക്കി ആ വാർഡിൽ നിർത്തി സോയിമോനെ പഞ്ചായത്ത് മെമ്പറാക്കി. മറ്റൊരു കൊലയാളിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാക്കി. ഇപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിൽ അധികാരം തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന ഉദാഹരണമാണ് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കേരളീയ സമൂഹവും വിശേഷാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളും ഇത്തരം നിലപാടുകൾ UDF സ്വീകരിക്കുന്നു, കോൺഗ്രസ് ശരിയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗമെങ്കിലും ചിന്തിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ വിഷയത്തെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2012 കേസ് വളരെ ബോധപൂർവമായി കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോയി. പ്രതികളുടെ സ്ഥാനത്ത് നിന്നും ആളുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി കേസ് കൊടുത്തു. സുപ്രീം കോടതി വരെ പോയി. അവസാനം സുപ്രീം കോടതി എടുത്തിരിക്കുന്ന കേസിനകത്ത് പ്രതികളെ ഒഴിവാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചു. രണ്ടാമത് കേസ് വിചാരണയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അവർക്ക് കോൺഗ്രസിനെ അഡ്വക്കേറ്റിനെ വെക്കണമെന്ന രൂപത്തിൽ വീണ്ടും കേസിനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം 2016 തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ അധികാരത്തിന് ഹുങ്ക് ഈ കൊലപാതകത്തിൽ കൊലക്കേസിൽ പ്രതികളെ സംരക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൊലയാളിയായിട്ടുള്ള നിഖിൽ പൈലിയെ DCC മെമ്പറാക്കി. കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുടെ ഏതെങ്കിലും കാരണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും ഒരു പ്രത്യേക പദവി കൊടുത്തു, അതാണ് പ്രത്യേകം. DCC സംഘടിപ്പിക്കപ്പെടുന്നൊരു പുതിയ കമ്മിറ്റി രൂപപ്പെടുത്തുക ആളെ ഉദ്ദേശിച്ചില്ല. ഇയാൾക്ക് പ്രത്യേകമായി പദവി കൊടുത്ത് താമസപത്രം കൊടുത്ത് DCC മെമ്പറായി നിൽക്കുകയാണ്. രാഷ്ട്രീയമായ ക്ഷമയുടെയും സാമൂഹ്യ നീതിയുടെയും എല്ലാം എതിരായിട്ടുള്ള വെല്ലുവിളിയാണ് നടത്തുന്നത്. ഞങ്ങളേതായാലും കേസ് ഇപ്പോൾ ഈ വരുന്ന 26-ാം തീയതി വീണ്ടും കോടതി കേസ് വെച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ച് എല്ലാ പരിരക്ഷയും നോക്കി നിഖിൽ പൈലിക്ക് കാരാഗ്രഹം വാങ്ങി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ DCC പ്രസിഡന്റ് പറയുന്നത് കുത്തിയ കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഇയാളാണ് ചെയ്തതെന്ന് ഉറപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത്. കുത്തിയ കത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കുത്തിയ കത്തി DN കുര്യാക്കോസിൻ്റെ ആഫീസ് സെക്രട്ടറി ആയിരുന്ന ആളിൻ്റെ കൈവശം കത്തി ഉണ്ടെന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ കത്തി യൂത്ത് കോൺഗ്രസ് അല്ലേ കൊണ്ടുപോയത്. അപ്പോൾ കത്തി കൊണ്ടുവന്നിട്ട് അവസാനം അയാൾ തന്നെ വെളിപ്പെടുത്തിയല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ DN കുര്യാക്കോസിൻ്റെ ആഫീസ് സെക്രട്ടറി ആയിരുന്ന അയാൾ തന്നെ കത്തി തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് അയാൾ തന്നെ വെളിപ്പെടുത്തിയല്ലോ. കത്തി പോയി എന്നുള്ളൊരു സാങ്കേതികത മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ഒരു വാദം എന്ന് പറയുന്നത് ഈ നിഖിൽ പൈലിക്ക് വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ CPM-ന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഉൾപ്പെടെ അനുകൂലിക്കുന്ന ഒരു പേജിൽ ഉൾപ്പെടെ വധഭീഷണി മുടക്കിയിരുന്നു. അത് അവയിലുണ്ടാക്കിയിട്ടുള്ള ഒരു പോരാട്ടത്താണ്. എന്തിനാ അതൊക്കെ ഇതിൻ്റെ ഒരു കാര്യം കണ്ടു. കാരണം ഇതെല്ലാം അതിൻ്റെ നാൾവഴികൾ വാദിച്ചാൽ
CPM അയാളെ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു കഥയുണ്ടാക്കുക. അങ്ങനെ വന്നാൽ തന്നെ അധികാരത്തിൻ്റെ സൗകര്യം ഇപ്പോൾ DCC മെമ്പറായി. ഇനി DCC മെമ്പർക്ക് വിഷയമുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താം. വളരെ ചെത്തിയ പരിപാടിയല്ല. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ അതിനൊരു കഥയുണ്ടാക്കുക. അയാളിപ്പോൾ ഈ 4 വർഷമായിട്ട് ഈ ജില്ലയിൽ നടക്കുന്നില്ലേ? നമ്മുടെ റോയ്ക്ക പൗലോസിൻ്റെ കൂടെ പ്രചരണ രംഗത്തുണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടി മരിച്ച പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മീഡിയ സെൻറ്റർ ചുമതല കൊടുത്തല്ലോ. കേരളത്തിലാകെ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് അയാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ജില്ലയിൽ ഇപ്പോൾ അയാൾ ഇതിലെല്ലാം സൗര്യവികാരത്തിൽ നടക്കുന്നില്ലേ? ഇവിടുത്തെ ഇടുക്കി UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ സന്ദേശാചാര്യ സഞ്ചരിച്ചില്ലേ? ഇവിടെ പല പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. എന്നിട്ട് അതൊരു കഥയുണ്ടാക്കി അങ്ങനെ CPM അയാളെ ഭീഷണിപ്പെടുത്താൻ പോകുന്നു, കൊലപ്പെടുത്താൻ വേണ്ടി പോകുന്നൊരു കഥയുണ്ടാക്കിയാൽ അത് വളരെ കൃത്യമായ അജണ്ടയാണ്. കാരണം അങ്ങനെ വന്നാൽ ഇനി DCC മെമ്പറാണല്ലോ, അധികാരത്തിരിക്കുകയാണല്ലോ, അധികാരം ഉപയോഗപ്പെടുത്തി അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താം. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായിട്ട് കാര്യമാണ്. ഞങ്ങൾ നിയമത്തിന് മുമ്പിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങൾ നിയമത്തെയാണ് ആശ്രയിക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടും. കാരണം ക്യാമ്പസിൽ അവിടെ അന്ന് നിങ്ങൾ ഒരുപക്ഷെ മാധ്യമപ്രവർത്തനമുണ്ടാകും. കോളേജിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടവും പൂർത്തിയായി വോട്ടെണ്ണൽ ആരംഭിക്കാൻ വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ കൗണ്ടിങ് ഏജൻറ്റന്മാരെ വരെ തീരുമാനിച്ച് ഓഫീസിൽ കയറ്റിയതിന് ശേഷം വളരെ ആസൂത്രിതമായി ഇവരവിടെ നിൽക്കുകയും അതിനുശേഷം ആ കൗണ്ടിങ്ങിന് എല്ലാ വിദ്യാർത്ഥികളും കയറിയതിന് ശേഷം SFI ജയിക്കാൻ പോവുകയാണ്. അപ്പം അതിനെ തുടർന്നൊരു സംഘർഷം ഉണ്ടാക്കാൻ കഴിയുമെന്ന നിലപാട് സ്വീകരിച്ചാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചായ കുടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ സംഘർഷം ഉണ്ടാക്കി. അതിനുശേഷം അവിടെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ, അന്നത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ KSUവിൻ്റെ ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്ന പ്രവർത്തകൻ പ്രഖ്യാപിച്ചല്ലോ, ധീരചേട്ടനെ കൊലപ്പെടുത്തിയ ഈ കൊലപാതകത്തിനോട് ഞങ്ങൾക്ക് അങ്ങേറ്റ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ KSUവിൻ്റെ പൈനാബ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണെന്ന് ആ സർവകക്ഷി യോഗത്തിൽ പ്രഖ്യാപിച്ചല്ലോ. അവരെല്ലാം നിൽക്കുകയല്ലേ, അത് ഒരാവശ്യമില്ല. അവരുൾപ്പെടെ നടന്നു വരുമ്പോഴാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ KSUവിൻ്റെ പ്രസിഡന്റ് അവിടെ പ്രഖ്യാപിച്ചല്ലോ, ഞാൻ ഇനി KSU യൂണിറ്റ് പിരിച്ചു വിടുകയാണ്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം എന്ന് പറയുന്നത് ആ കോളേജിൽ ആ സന്ദർഭം പഠിച്ചിട്ടുള്ള KSU വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കൊലപാതകത്തിൽ അവരെ വേദനിപ്പിച്ചുള്ള ഉദാഹരണമാണ്. ആ ഉദാഹരണത്തിൻ്റെ ഭാഗമാണ് ഇത്. ഇടുക്കി ജില്ലയിലെ പൈനാബ് എഞ്ചിനീയറിംഗ് കോളേജ് കാലമായി SFI ആണ് ഭരിക്കുന്നത്. അതൊന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് നോക്കുക. അതിന് മത്സരമായി ആ കോളേജിലെ ഏറ്റവും സ്വീകാര്യനായ വിദ്യാർത്ഥിയായിരുന്നല്ലോ, എല്ലാവർക്കും സ്വീകാര്യനാണ്. അതാണ് സർവകക്ഷി യോഗത്തിൽ DCC പ്രസിഡന്റോട് പങ്കെടുത്തിരിക്കുന്ന യോഗത്തിലാണ് KSUവിൻ്റെ പൈനാബ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളൊന്ന് സാക്ഷിയായിരിക്കാം, ഞാൻ KSUവിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പറയണതിൻ്റെ കാര്യം എന്താ? ഒരാവശ്യമില്ലാതാണ് ചെയ്തത്. മാത്രമല്ല സർജിക്കൽ ബ്ലേഡ്, ഞാനതിൻ്റെ ഇപ്പോൾ അന്വേഷണത്തിരിക്കുന്ന ആയുധത്തെ സംബന്ധിച്ച് പറയുന്നില്ല, ചങ്കിനേറ്റ കുത്ത് 2 സെക്കൻഡിലുള്ള ആൾ മരിച്ചല്ലോ, അങ്ങനെ കൊല്ലാൻ പഠിപ്പിച്ചല്ലോ. നിഖിൽ പൈലി ഇവിടെ ആയുധ പരിശീലനം നടത്തുന്നത് സംബന്ധിച്ച് ഒരു കുരങ്ങിൻ്റെ നാക്ക് മുറിച്ച് ചോര എടുത്ത് കാണിക്കുന്നത് ആർത്തട്ടഹസിച്ചുകൊണ്ട് DCC നേതാക്കന്മാരും കുര്യാക്കോസ് ഉൾപ്പെടെ കാണുന്നത് ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നില്ലേ? അപ്പോൾ ആസൂത്രിതമായി നടത്തിയിട്ടൊരു കൊലപാതകം, ആ കൊലപാതകത്തിന് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കുക. പിന്നെ ഇവിടെ വന്ന് അന്നത്തെ KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചല്ലോ, എൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞു വിട്ടതാണ്, എരന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം എന്താ? എരന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടായില്ല, ഒരുത്തനെ ഞങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് കൊന്നു. ഏതുവരെ വരെ പോലോ KPCCയുടെ കേരളത്തിലുള്ള KPCCയിലെ ക്രിമിനൽ ലോയർമാരായിട്ടുള്ള ഒരു സെറ്റ് അഡ്വക്കേറ്റുമാരെ തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായി KPC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ S അശോകനെ അതിൻ്റെ കോർഡിനേറ്ററായി നിശ്ചയിച്ചിട്ടില്ലേ? അപ്പോൾ ആസൂത്രിതമായി വളരെ കൃത്യതയോടുകൂടി നടത്തിയിട്ടുള്ള കൊലപാതകത്തിലെ പ്രതികളാണ്. അവരെ തങ്ങൾ ഏത് വിലയും രക്ഷിക്കും എന്ന നിലപാട് സ്വീകരിച്ച് അതിൻ്റെ ഭാഗമാണ്. ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ DCCയിലേക്ക് ചെല്ലുന്നത് ഒരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കാം. കാരണം അത്രയും പെട്ടെന്ന് കൊടുത്ത് എവിടെയാ? ഇതെല്ലാം നമ്മൾ നാൾ വഴികൾ വായിച്ചാൽ സാമാന്യ ജനങ്ങൾക്കറിയാമല്ലോ. UDF അധികാരത്തിൽ വന്നു, 12-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തു, ഒരാഴ്ചക്കാലത്തിനുള്ളിൽ ചേർന്ന DCC അവരെ എടുത്തു എന്ന് പറയുന്നൊരു കാര്യം എന്താ? അപ്പോൾ സ്വാഭാവികമാണ് ഇത്തരം സാമൂഹ്യ നീതി. ആ ധീരജൻ്റെ അച്ഛൻ നിങ്ങൾ വിളിച്ചു നോക്ക്, ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, പൊട്ടിക്കരയാണ് മനുഷ്യൻ. അയാൾ കോൺഗ്രസ് ആയിരുന്നല്ലോ, ധീരജൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നല്ലോ. ധീരജൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു.
ഈ മരണം ഉണ്ടായി ഞങ്ങൾ ആ വീടിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ കുട്ടിയുടെ പശ്ചാത്തലം ഇവിടെ വന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാമെന്ന് അയാൾ SFI ആയതാണ്. അയാൾ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനെ കൊലപാതകം നടത്താൻ പാടെന്ന് ചോദിച്ചല്ലോ. അവിടെ കണ്ണീര് കാണണ്ടേ? നിങ്ങൾ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ടർ ചാനൽ, ചില ചാനലുകൾ വീട്ടിൽ പൊട്ടിക്കര. ഇന്ന് ജോലിക്ക് പോകേണ്ട ആ ധീരജൻ്റെ അമ്മ ഇന്ന് ജോലിക്ക് പോയിട്ടില്ല. ഒരു കുടുംബത്തെ ആ രൂപത്തിൽ അങ്ങേയറ്റം കണ്ണീരിലാഴ്ത്തിയ, കൊലപാതകം നടത്തിയ ഒരു സംഘർഷം ഇവിടെ ഇല്ലല്ലോ. പോലീസ് അന്വേഷണം നടത്തി വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലില്ലല്ലോ, ഏകപക്ഷീയമാണ്. അതുകൊണ്ട് ഉണ്ടുണ്ട്. ഞങ്ങളിപ്പോൾ അയാളെതിരായി ശക്തമായ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. അവിടെ ഇടുക്കി ഏരിയ അടിസ്ഥാനത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. കേരളീയ മനസ്സാക്ഷിയിൽ UDF എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാകാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു.